മാതംഗലീലയിലെ ലക്ഷണമൊത്ത കൊമ്പനാനകളുടെ താരരാജാവ് തൃക്കടവൂർ ശിവരാജുവിന് വിശ്രമം നൽകുന്നില്ലെന്ന നാട്ടുകാരുടെ പരാതിയിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഇടപെട്ടു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലെ വിദഗ്ധ സംഘം കടവൂർ ശിവരാജനെ പരിശോധിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി കാവ്യെത്തും. തുകയിൽ വർധന ഉണ്ടായതോടെ തൃക്കടവൂർ ശിവരാജുവിന് ഒട്ടും വിശ്രമം ഇല്ല. ആനയുടെ ആരോഗ്യസ്ഥിതിയും മോശമായി തുടങ്ങി. തണ്ണിമത്തനും മറ്റും അമിതമായി കഴിച്ചതുമൂലം തുടർച്ചയായി ഒരാഴ്ചയോളം ദഹനക്കേടുമുണ്ടായി. കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ ശിവരാജു ആന ചികിത്സയിലാണ്. കടവൂർ ക്ഷേത്രത്തിലെ കരക്കാരുടെ എഴുന്നള്ളത്തിന് പോലും ആനയെ പങ്കെടുപ്പിച്ചിരുന്നില്ല. പിന്നീട് പരിശോധിച്ച സ്വകാര്യ ഡോക്ടർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിനെ തുടർന്ന് പാറശാലയിലെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നത് നാട്ടുകാരും ആനപ്രേമികളും ചേർന്ന് തടയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുന്നിലെത്തി. പ്രതിഷേധം ശക്തമായതോടെ മന്ത്രി ജെ ചിഞ്ചുറാണി ഇടപെട്ട് മൃഗസംരക്ഷണ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആനയെ പരിശോധിക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ക്ഷേത്രത്തിലെത്തിയ സംഘം ആനയുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. തുടർന്ന് ജില്ലാ വെറ്റിനറി കേന്ദ്രം ലബോറട്ടറിയിൽ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കി. ആനയ്ക്ക് നിർജ്ജലീകരണം നേരിട്ടതായി പ്രാഥമിക പരിശോധനയിൽ വിലയിരുത്തി. ഒരാഴ്ചത്തെ വിശ്രമവും നിർദ്ദേശിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഡി ഷൈൻകുമാർ, തൃക്കടവൂർ ശിവരാജു ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ ഏറ്റവും കീർത്തികേട്ട ഏറ്റവും പ്രസിദ്ധമായ ആനയാണ്. ഈ ആനയെ പരിശോധിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു വിദഗ്ധ ടീം ഇവിടെ എത്തിയിരിക്കുകയാണ്. 6ഓളം ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് എത്തിയിരിക്കുന്നത്. ആനയുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്, ഒപ്പം എരണ്ട ശേഖരിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായ പരിശോധന ഞങ്ങളുടെ ലബോറട്ടറിയിൽ നടത്തും. ലബോറട്ടറി പരിശോധനകൾ തീരുന്ന മുറയ്ക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകും. ആനയുടെ വിരൽ നഖത്തിലും പാദങ്ങളിലും ഉണ്ടായ പൊട്ടലുകൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടാണ് സംഘം മടങ്ങിയത്. കൈരളി ന്യൂസ്, കൊല്ലം.